മുൻ ചാമ്പ്യന്മാരായ സ്പാനിഷ് ടീം ബാഴ്സലോണയും PSG മിന്നും ജയങ്ങളുമായി യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെ സെമി ഫൈനലിനരികിൽ എത്തിയിരിക്കുകയാണ്. ആദ്യ പാദ ക്വാർട്ടറിൽ ബാഴ്സ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ തകർത്തപ്പോൾ PSG ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ആസ്റ്റൺ വില്ലയെ കീഴടക്കുകയായിരുന്നു. രണ്ടാം പാദ ക്വാർട്ടർ ഈ മാസം 16-ന് നടക്കും. പ്രായം തളർത്താത്ത ആവേശവുമായി കളം നിറഞ്ഞു കളിച്ച റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ ഇരട്ട ഗോൾ പ്രകടനമാണ് ഒരിക്കൽ കൂടി ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം ഒരുക്കിയിരിക്കുന്നത്. റാഫീഞ്ഞയും ലാമിൻ തയാലുമാണ് മറ്റു സ്കോറർമാർ. കഴിഞ്ഞ തവണ ഫൈനൽ കളിച്ച ഡോർട്ട്മുണ്ടിനെതിരെ റാഫീഞ്ഞോയാണ് ബാഴ്സയ്ക്ക് ലീഡ് നൽകിയത്. ബാഴ്സയ്ക്ക് ലഭിച്ച ഫ്രീ കിക്കാണ് ഗോളിലേക്ക് നയിച്ചത്. ഫെർമിൻ ലോപ്പസിന്റെ ഫ്രീ കിക്ക് പിടിച്ചെടുത്ത് ഇനീഗോ മാർട്ടിനസ് നൽകിയ കുബ്രാസി ഷോട്ട് എടുത്തു. ഡോർട്ട്മുണ്ട് ഗോളി ഗ്രിഗർ ഗോബലിനെ മറികടന്ന പന്ത് റഫീന വലയിലേക്ക് തട്ടിയിടുകയായിരുന്നു. ചാമ്പ്യൻഷിപ്പിലെ ടോപ്പ് സ്കോററായ ബ്രസീൽ സ്ട്രൈക്കറുടെ 12ാം ഗോളാണ് പിറന്നിരിക്കുന്നത്. യമാലും റഫീനയും ചേർന്ന് 2ാം ഗോളിന് ആക്രമണം ശക്തമാക്കിയാലും ഫലം കണ്ടില്ല. ഇടവേളയ്ക്ക് മുൻപായി ഗോൾ മടക്കാൻ ലഭിച്ച അവസരം ഡോർട്ട്മുണ്ടിന്റെ ഗുരാസി ഗോൾ മാത്രം മുന്നിൽ നിൽക്കെ നഷ്ടപ്പെടുത്തി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലെവൻഡോവ്സ്കി ടീമിന്റെ ലീഡ് 2ആക്കി. യമാൻ നൽകിയ ക്രോസിൽ റഫീനോയുടെ ഹെഡ് പാസ് ലെവൻഡോവ്സ്കി ഗോളിലേക്ക് ഹെഡ് ചെയ്തു. 60-ാം മിനിറ്റിൽ പോളിഷ് സ്ട്രൈക്കർ ഡബിൾ തികച്ചു. ലോപ്പസ് നൽകിയ ക്രോസിൽ ബോക്സിനുള്ളിൽ നിന്ന് ഉതിർത്ത ഷോട്ടാണ് ഗോളിൽ കലാശിച്ചത്. തന്റെ പഴയ ക്ലബായ ഡോർട്ട്മുണ്ടിനെതിരെ ലെവൻഡോവ്സ്കിയുടെ 29ാം ഗോൾ. ഇതോടെ ബാഴ്സലോണയ്ക്കായി 36-കാരനായ ലെവൻഡോവ്സ്കി നേടിയ ഗോളുകളുടെ എണ്ണം 99ആയി. യുവതാരം യമാലിന്റേതായിരുന്നു അടുത്ത ഊഴം. റഫീനു ബോക്സിലേക്ക് നൽകിയ ത്രൂ ബോളിലായിരുന്നു യമാൻ സ്കോർ ചെയ്തത്. 5 വട്ടം ജേതാക്കളായ കറ്റാലിയൻ ടീം 2019-ലാണ് അവസാനമായി സെമി കളിച്ചത്. പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ചാണ് PSG ആസ്റ്റൺ വില്ലയെ കീഴടക്കിയത്. മോർഗൻ റോജേഴ്സിന്റെ ഗോളിൽ വില്ല ലീഡ് നേടിയിരുന്നു. എന്നാൽ ഇടവേളയ്ക്ക് പിരിയുന്നതിന് മുൻപായി സമനില നേടാൻ ഫ്രഞ്ച് ചാമ്പ്യന്മാർക്കായി. ഡിസയർ ദോയിയാണ് ബോക്സിന് വെളിയിൽ നിന്ന് തീർത്ത തകർപ്പൻ ഷോട്ടിൽ വില്ല ഗോളി എമിലിയാനോ മാർട്ടിനസിനെ കീഴടക്കിയത്. ഇടവേളയ്ക്ക് ശേഷം 4-ാം മിനിറ്റിൽ ക്ലാസിക് ഗോളിലൂടെ കുവിച്ച കരസ്ഖേലിയെ PSG മുന്നിലെത്തിച്ചു. ഇടത് വിങ്ങിലൂടെ മുന്നേറി എതിർ ഡിഫൻഡർമാരെ മറികടന്ന് ഉജ്ജ്വല ഷോട്ട് അർജന്റീനയുടെ ലോകകപ്പ് ഹീറോയായ മാർട്ടിനസിനെ നിസ്സഹനാക്കി വലയിൽ കയറി. ഇഞ്ചുറി സമയത്ത് നൂനോ മെൻഡസ് ആതിഥേയരുടെ 3ാം ഗോളും നേടി. ഇംഗ്ലീഷ് വമ്പന്മാരായ ലിവർപൂളിനെ കീഴടക്കി ക്വാർട്ടറിൽ കടന്ന PSG തുടരെ 2ാം സെമിക്ക് അരികിലാണ്. വൻ തിരിച്ചുവരവ് നടത്തിയാലേ 1982-ലെ ജേതാക്കളായ വില്ലയ്ക്ക് മുന്നേറാനാവൂ.